ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ദശകം നാരായണീയം യമളാർജുന ഭഞ്ജനം. ദശകം 48, 4 ശ്ലോകം വരെ വായിച്ച് നമുക്ക് 5-ാമത്തെ ശ്ലോകം വായിക്കാം. ഇവിടെ നളകൂപര മണിഗ്രീവന്മാർ ഗംഗാനദിയിൽ സ്ത്രീകളുമായിട്ട് ക്രീഡ നടത്തി. നാരദ മഹാമുനി അവിടെ വന്ന് ഗംഗാനദി ശുദ്ധമായ നദിയാണ്. അവിടെ അനാവശ്യമായി വിവസ്ത്രമായിട്ട്, അത് വസ്ത്രമില്ലാതെ കുളിച്ചത് കൊണ്ട് നാരദ മഹാമുനി ശപിച്ചു, അഹങ്കാരം മാറട്ടെ എന്ന് കരുതി. സ്ത്രീകളാണെങ്കിൽ നാരദ മഹാമുനിയെ കണ്ട് പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറി വസ്ത്രമൊക്കെ എടുത്ത് ധരിച്ച് മഹാമുനിയെ വന്ദിച്ചു. പക്ഷേ എന്നാൽ ഈ നളകൂപര മണിഗ്രന്മാർ മഹാമുനിയെ കണ്ടിട്ട് നിന്ദിച്ചതല്ലാതെ പിന്നെ ആദരിക്കുകയോ കര കയറുകയോ ചെയ്തില്ല. അതുകൊണ്ടാണ് നാരദ മഹാനി നന്നാവട്ടെ, ഭക്തി വർദ്ധിക്കട്ടെ, അഹങ്കാരം പോകട്ടെ എന്ന് ശപിച്ചിട്ട് അതിൻ്റെ പ്രതിവിധിയും അദ്ദേഹം കൊടുത്തത്. അത് നമുക്ക് വായിക്കാം. ശ്ലോകം 5 വായിക്കാം. യുവാം അവാപ്തൗ കകുഭാത്മതാം ചിരം ഹരിം നിരീക്ഷ്യാധപദം സ്വം ആപ്നുതം ഇതീരിതൗ തൗ ഭവത് ഈഷണസ്പൃഹാം ഗതൗ വ്രജാന്തേ കകുഭൗ ബഭൂവതു. യുവാം അവാപ്തൗ കകുഭാത്മതാം ചിരം ഹരിം നിരീക്ഷ്യാധപദം സ്വമാപ്നുതം ഇതീരിതൗ തൗ ഭവതീക്ഷണസ്പൃഹാം ഗതൗ വ്രജാന്തേ കകുഭൗ ബഭൂവതു. ഇവിടെ ഈ ശ്ലോകത്തിൽ നിങ്ങൾ 2 പേരും വളരെ കാലം മരുതുമരങ്ങളായി ഭവിക്കട്ടെ എന്ന് ശപിച്ചു. അതിൻ്റെ കൂടെ തന്നെ തിരിച്ച് ശ്രീഹരി, അത് ഭഗവാൻ വിഷ്ണു അവതരിക്കുമ്പോൾ ദർശനം കൊണ്ട്, ഭഗവാന്റെ ദർശനത്താൽ നിങ്ങൾക്ക് സ്വസ്ഥാനം പ്രാപിക്കാൻ ഇടവരും. അതായത് എങ്ങനെയാണ്? അതിന് മുന്നേ സ്വസ്ഥാനം ഐശ്വര്യകരമായ നല്ലൊരു ജീവിതമായിരുന്നു. അതായത് ശ്രീ പരമേശ്വരൻ്റെ സേവകരായിട്ട് നിന്നുകൊണ്ട് ഭഗവാൻ എല്ലാ ഐശ്വര്യവും എല്ലാം അവർക്ക് കൊടുത്തു. അപ്പോഴാണ് അഹങ്കാരം പെരുത്ത് മദ്യമൊക്കെ കഴിച്ച് ഇങ്ങനെ ഗംഗയിൽ ഇവർ ക്രീഡ നടത്തി സ്ത്രീകളുമായിട്ട്, വിവസ്ത്രമായിട്ട്. അപ്പോൾ അതാണ് ഇവിടെ ശാപം കിട്ടിയെങ്കിലും മഹാമുനി തിരിച്ച് ഭഗവാന്റെ ദർശനം, ഭഗവാൻ നാരായണൻ അവതരിക്കുമ്പോൾ ഭഗവാനെ ദർശിക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ നില തന്നെ വരും, സ്വസ്ഥാനം പ്രാപിക്കാൻ ഇടവരും. അതുവരെ നിങ്ങളിങ്ങനെ മരങ്ങളായി നിൽക്കട്ടെ എന്ന്. അപ്പോൾ ശാപമോക്ഷവും അവർ കൊടുത്തു. അത് സ്വസ്ഥാനം പ്രാപിക്കും ഭഗവാൻ ദർശനത്താൽ. നിന്തിരുവടിയെ കാണാനുള്ള കൊതി പൂണ്ട് അവർ അമ്പാടിയിൽ മരുതുമരങ്ങളായി തീർന്നു. അങ്ങനെയാണ് ഭഗവാനെ ദർശിച്ചല്ലേ മോക്ഷം കിട്ടുള്ളൂ, തിരിച്ച് അതേ പഴയ ലെവലിൽ വരത്തുള്ളൂ. അതുകൊണ്ട് അവിടെ തന്നെ അവർ മരങ്ങളായി തീർന്നു. ആ മരങ്ങളെയാണ് ഉരലിൽ പറ്റി നിന്ന കൃഷ്ണൻ ആ മരങ്ങളെ കണ്ടതും ആ മരങ്ങളുടെ പൂർവ്വ ചരിത്രം ഓർത്തതും. കണ്ണൻ ഉരലിൽ ഇങ്ങനെ കെട്ടി ബന്ധനസ്ഥ നിന്നപ്പോൾ മുൻപിൽ അല്പദൂരെയായിട്ട് ഈ മരങ്ങൾ നിൽക്കുന്ന കണ്ടപ്പോൾ കണ്ണൻ ഇങ്ങനെ ചിന്തിച്ചു അതിനെപ്പറ്റി പൂർവ്വ ചരിത്രം, ഈ മരങ്ങൾക്ക് മുമ്പേ എന്താണെന്ന് ചിന്തിച്ചപ്പോഴാണ് കണ്ണന് മനസ്സിലായത്. നമുക്ക് 6-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 6. അതന്ത്രം ഇന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാ മന്ധരഗാമിനാ ത്വയാതിരായിതോ ഉലൂഖല രോധനിർധുതൗ ചിരായ ജീർണൗ പരിപാതിതൗ തരു. അതന്ത്ര ഇന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാ മന്ധരഗാമിനാ ത്വയാ തിരായിതോ ഉലൂഖലരോധനിർധുതൗ ചിരായ ജീർണൗ പരിപാതിതൗ തരു. അതന്ത്ര ഇന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാ മന്ധരഗാമിനാ ത്വയാതിരായിതോ ഉലൂഖലരോധനിർധുതൗ ചിരായ ജീർണൗ പരിപാതിതൗ തരു. അങ്ങനെ ഭഗവാൻ ആ മരങ്ങളുടെ അടുക്കയിലേക്ക് ചെന്നിട്ട് ആ വിധത്തിലുള്ള 2 മരങ്ങളുടെ സമീപത്തേക്ക് മന്ദമന്ദം നടന്നെടുത്തു. കണ്ണൻ യാതൊരു കൂസലും കൂടാതെ അവിടുന്ന്
കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു പോയ ആ വൃക്ഷങ്ങളുടെ ഇടയ്ക്ക് ചെന്ന് മുന്നോട്ട് ഗമിച്ചപ്പോൾ ഉരലിൻ്റെ തടസ്സം കാരണം ആ ജീർണിച്ച വൃക്ഷങ്ങൾ കടപുഴുകി നിലം പതിച്ചു. ഉരുളിൻ്റെ രണ്ടറ്റവും രണ്ട് മരങ്ങളിലും തടഞ്ഞു. അപ്പോൾ മുമ്പോട്ട് തള്ളി പോകുമ്പോൾ അതങ്ങനെ വേരുകളെല്ലാം ജീർണിച്ച് നിന്നതുകൊണ്ട് അത് തനിയെ പിഴുത് വീണു. ഉരലിൻ്റെ രണ്ട് ഭാഗം വൃക്ഷങ്ങളുമായി ഉരസി നിൽക്കവേ വൃക്ഷങ്ങളുടെ നടുവിലൂടെ വലിച്ചതിനാൽ പഴകി ദ്രവിച്ച മരങ്ങൾ മൂടോടെ നിലം പൊത്തിയ അത് പിഴുതെറിഞ്ഞ പോലെ വീണു. മരുതുമരങ്ങളായി നിന്നിരുന്ന അവസ്ഥയിലും കുബേരസുതന്മാർക്ക് തങ്ങളുടെ ചെയ്തികളെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാനുള്ള അവസരമായിരുന്നു. അവരെന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് അതൊക്കെ ഓർത്തിട്ട് പശ്ചാത്തപിക്കാനുള്ള അവസരമായിരുന്നു. അങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ട് ഭഗവത് ദർശനം എന്ന് കിട്ടുമെന്നും തന്നിമിത്തം പൂർവസ്ഥിതി പ്രാപിക്കാം എന്നുള്ള ചിന്ത ഹരിദർശനത്തിന് വഴിവെച്ചു. അതായത് ഭഗവാന്റെ ദർശനത്തിന് വഴിവെച്ചു. അങ്ങനെ നിൽക്കവെയാണ് ശ്രീകൃഷ്ണൻ ഉരലും വലിച്ചുകൊണ്ട് മന്ദഗമനം നടത്തി മരങ്ങളെ വീഴ്ത്തിയത്. അപ്പോൾ ലഭിച്ച ആ ഭഗവത് ദർശനം അവരുടെ ആ തപസാഫല്യം തന്നെ. അതുകൊണ്ട് അവർക്ക് അത് തിരിച്ച് നന്നായി വന്നു. തപസ്സിൻ്റെ ഫലമായി ശ്രീകൃഷ്ണനെ ദർശിക്കാനുള്ള ഭാഗ്യവും അവർക്കുണ്ടായി. ശ്ലോകം 7. അഭാജിശാഖീദ്യുദയം യഥാ ത്വയാ തദൈവ തൽഗർഭതലാൽ നിരേയുഷ മഹാത്യുഷാ യക്ഷയുഗേന തൽക്ഷണാൽ അഭാജി ഗോവിന്ദ ഭവാനപിസ്തൈവ. അഭാജിശാഖീദ്യുദയം യഥാ ത്വയാ തദൈവ തൽഗർഭതലാൽ നിരേയുഷ മഹാത്യുഷാ യക്ഷയുഗേന തൽക്ഷണാൽ അഭാജി ഗോവിന്ദ ഭവാനപിസ്തൈവ. ഇവിടെ മരങ്ങൾ നിലംപതിച്ച ഉടനെ തന്നെ ആ മരങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നവരും അതിതേജസ്സുകളുമായ 2 യക്ഷന്മാർ ശാപഗ്രസ്തരായി നിന്നിരുന്ന കുബേരസുതന്മാർ അവർ എന്തു പറയുന്നു? ഭഗവാനെ കണ്ടപ്പോൾ അല്ലയോ കൃഷ്ണ, ഗോവിന്ദ, ഗുരുവായൂരപ്പ എന്ന് അങ്ങയെ സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിച്ചു. കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് യഥാസ്ഥാനത്ത് നിൽക്കാമല്ലോ. അവരുടെ പഴയ ഐശ്വര്യമായുള്ളൊരു ജീവിതമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ കണ്ടപ്പോൾ അവർ അല്ലയോ ഭഗവാനെ, കൃഷ്ണ, ഗോവിന്ദ, ഗുരുവായൂരപ്പ എന്ന് അങ്ങയെ കണ്ണനെ സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിച്ചു. ഇതാണ് ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.